അസ്സലാമു അലൈക്കും. വിശുദ്ധ റമദാൻ ആത്മസംസ്കരണത്തിൻ്റെ ജീവിത ഏത് സാഹചര്യങ്ങളോടും പൊരുത്തപ്പെടുന്ന സമരസപ്പെടലിൻ്റെ ഒരു പരിശീലന കളരിയാണ്. യഥാർത്ഥത്തിൽ വിശുദ്ധ റമദാൻ അത് ഒരു വ്യക്തിയുടെ ജീവിതക്രമം അതിനെ സംശുദ്ധീകരിക്കുക മാത്രമല്ല, അതിനൊരു സാമൂഹിക പശ്ചാത്തലം കൂടിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റമദാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 11 മാസം നമ്മൾ മറ്റ് പല രീതിയിലും സാധാരണ ജീവിതക്രമങ്ങളും സ്വാഭാവികമായും മനുഷ്യനാണ് പല നിലക്കുള്ള തെറ്റുകളിലേക്കും അതുപോലെ പൂർണ്ണമായും ധാർമ്മിക സംശുദ്ധ ജീവിതം മാത്രം നയിക്കുന്ന ഒരു ജീവി അല്ലല്ലോ മനുഷ്യൻ. സ്വാഭാവികമായും തെറ്റുകുറ്റങ്ങൾ വരും. ഈ തെറ്റുകുറ്റങ്ങളൊക്കെ തന്നെ അത് കഴുകിക്കളയാനും അതിൻ്റെ ഒരു പശ്ചാത്തപിച്ച് നമ്മുടെ ആത്മസംശുദ്ധീകരണം സ്വഭാവ സംസ്കൃതീകരണത്തിനൊക്കെ തന്നെ അവസരം നൽകുക എന്ന നിലക്കാണ് വിശുദ്ധ റമദാൻ നമുക്ക് അല്ലാഹു തആല റമദാൻ എന്നൊരു മാസം നമുക്ക് നൽകിയിട്ടുണ്ട്. റമദാൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കരിച്ച് കളയുക എന്നാണ്. അതുവരെ നാം ചെയ്തു കൂട്ടിയ പാപങ്ങളും തിന്മകളുമൊക്കെ കരിച്ച് കളഞ്ഞുകൊണ്ട് ഒരു പൂർണ്ണമായും ഒരു സംശുദ്ധമായ ഒരു മനസ്സിൻ്റെ അതിൻ്റെ സ്വഭാവ രൂപീകരണം, ഇത് ഒരു വ്യക്തിയുടെ ആത്മസംസ്കരണം. യഥാർത്ഥത്തിൽ മറ്റുള്ള ഘട്ടങ്ങളിലൊക്കെ നമ്മുടേതായ ജീവിതക്രമം അത് പാപങ്ങളും പണക്കാരനും എല്ലാവിധ സൗകര്യങ്ങളുമുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു നേരത്തെ വിശപ്പടക്കാൻ കഴിയാത്ത പാപങ്ങളുടെ വിഷയങ്ങൾ അറിയാതെ പോകുന്നൊരു സാഹചര്യമുണ്ട്. ഇത് മനസ്സിലാക്കാനും കൂടെയാണ് യഥാർത്ഥത്തിൽ നോമ്പ്. മാത്രവുമല്ല, എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരിക്കുകയെ ചിലപ്പോൾ അവിചാരിതമായി വന്നുപെടുന്ന ചില രോഗങ്ങൾ, ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത അവസ്ഥ നമുക്ക് വന്നു ചേരുമ്പോൾ പകച്ചു പോകാനുള്ളൊരു സാധ്യത, ഇതിൻ്റെയൊക്കെ ഒരു കൃത്യമായ പരിശീലനം തന്നെയാണ് വിശുദ്ധ റംസാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അന്നപാനീയങ്ങളോട് പ്രഭാതം മുതൽ പ്രദോഷം വരെ എന്ന് നമ്മൾ പറയുന്ന ഒരു വലിയ സമയം അന്നപാനീയങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ട് ഒരു സഹന സ്വഭാവം, പലപ്പോഴും നമ്മളൊക്കെ കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും സാമൂഹിക ഇടപെടലിലൊക്കെ പലപ്പോഴും മനുഷ്യൻ പരാജയപ്പെട്ടു പോകുന്നത് ഇത്തരം സഹന സ്വഭാവം നമുക്കില്ലാതിരിക്കുന്നത്. അപ്പം മനുഷ്യന് ആ ഒരു സഹന സ്വഭാവത്തെ ഉണ്ടാക്കി എടുക്കുക എന്നതാണ് വിശുദ്ധ റമദാൻ വ്രതം കൊണ്ട് നമ്മൾ പ്രഥമമായി അർത്ഥമാക്കുന്നത്. അതിൽ എല്ലാ നിലക്കും ഭക്ഷണം കഴിക്കാൻ സൗകര്യമുള്ള ഒരാൾക്ക് വിശപ്പിൻ്റെ വേദന പലപ്പോഴും അറിയില്ല. ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഭക്ഷണം ലഭിക്കാത്തവൻ്റെ ബുദ്ധിമുട്ട് പൂർണ്ണമായും മനസ്സിലാക്കാനും അത് സഹജീവികളുടെ ഇത്തരം പ്രയാസങ്ങൾ ഉൾക്കൊണ്ട് അവരെ സഹായിക്കാനും അവരെ ചേർത്ത് നിർത്താനും കരുതലിൻ്റെ സമീപനമെടുക്കാനും സമ്പന്നനെ പ്രാപ്തമാക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ് റമദാൻ മാസം എന്നെ സംബന്ധിച്ച്. അല്ലെങ്കിൽ വ്രതം എന്നത് കേവലം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിന് മാത്രമല്ല, അവിടെ മുൻഗാമികൾക്കും കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും എന്ന് പറഞ്ഞത് നിങ്ങളുടെ മുൻഗാമികൾക്ക് നിർബന്ധമാക്കിയതുപോലെ നിങ്ങളുടെ മേലും നിർബന്ധമാക്കി എന്നാണ് പറയുന്നത്. എന്നിട്ട് അവിടെ പറയുന്നതല്ല എല്ലക്കും തത്തക്കൂൻ, നിങ്ങൾ തെക്കുവയുള്ളവരാകാൻ വേണ്ടി, നിങ്ങൾ സംസ്കരിക്കപ്പെട്ടവരാകാൻ വേണ്ടി, നിങ്ങളുടെ മനസ്സുകൊണ്ടും നിങ്ങളുടെ സ്വഭാവം കൊണ്ടും നിങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ നിങ്ങൾ സംശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് നോമ്പ് എന്ന അനുഷ്ഠാനം വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നോമ്പ് എന്നാൽ കേവലം പട്ടിണി കിടക്കൽ മാത്രമല്ല. രാവിലെ വൈകുന്നേരം വരെ ഒന്നും കഴിക്കാതിരുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അവിടെ നിങ്ങളുടെ കണ്ണും കാതും നിങ്ങളുടെ നാവും എല്ലാം മറ്റ് ഇതര ജീവികളെയും ഇതര സമൂഹത്തിൻ്റെ മറ്റ് വ്യക്തികൾക്കും ഒക്കെ തന്നെ നിങ്ങളുടെ നാവ് കൊണ്ട്, നിങ്ങളുടെ കണ്ണുകൊണ്ട്, അതുപോലെ നിങ്ങളാൽ തുടങ്ങുന്ന നിങ്ങളുടെ പെരുമാറ്റം കൊണ്ടുപോലും നിങ്ങളുടെ ചിന്ത കൊണ്ടുപോലും മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവവും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ സംസ്കരിക്കപ്പെടുമ്പോഴേ അത് നോമ്പ് അതിൻ്റെ പൂർണ്ണ അർത്ഥത്തെത്തുകയുള്ളൂ. അതുകൊണ്ടാണല്ലോ നിങ്ങൾ കേവലം പട്ടിണി കിടക്കുന്നത് കൊണ്ട് അന്നപാനീയങ്ങൾ വെടിഞ്ഞത് കൊണ്ട് മാത്രം നോമ്പ് അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുകയില്ല എന്ന് നമ്മളെ പഠിപ്പിക്കപ്പെട്ടത്. ഏതായിരുന്നാലും ഇത് ഒരു വ്യക്തിയുടെ മാത്രമല്ല, വിശുദ്ധ റംസാൻ നമ്മളെ പാകപ്പെടുത്തുന്നത്
ഒരു വ്യക്തിയുടെ ജീവിതക്രമത്തിൽ അയാളുടെ ചിന്തയിലും പ്രവർത്തനത്തിലുമൊക്കെ സൽചിന്തകൾ, സാമൂഹ്യമായ ഗുണകരമായ ഇടപെടലിന് അയാളെ പാകപ്പെടുത്തുക എന്നതാണ് വിശുദ്ധ റംസാനിൻ്റെ വ്യക്തമായ സന്ദേശം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ നമുക്ക് റമദാനിൽ അല്ലാത്തപ്പോൾ തന്നെ നമ്മൾ ചെയ്യുന്ന കുറേ പുണ്യകർമ്മങ്ങൾ, അത് വിശുദ്ധ റമദാനിൽ അതിൻ്റെ 70 ഇരട്ടി പ്രതിഫലം കിട്ടും എന്നൊക്കെ പറയുമ്പോഴും അത് കേവലം ഏതെങ്കിലും ഒരു മുസ്ലിം സമുദായത്തിന് മാത്രമല്ല, അത് സമൂഹത്തിന് ഒന്നടങ്കം യഥാർത്ഥത്തിൽ മതത്തിൻ്റെ വീക്ഷണവും ധാർമ്മിക ചിന്തകളുമൊക്കെ തന്നെ ഒരു പ്രത്യേക സമുദായത്തിനോ ഒരു പ്രത്യേക വിഭാഗത്തിനോ ഗുണം ചെയ്യുന്ന രീതിയിലല്ലല്ലോ നമ്മളൊരു വിഭാവനം ചെയ്യപ്പെട്ടത്. ഉദാഹരണത്തിന് നമ്മൾ ഒരു പൊതുസ്ഥലത്ത് ഒരു വഴിയിൽ നിന്ന് ഒരു മുള്ളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ എടുത്ത് നീക്കിയാൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. അത് വിശുദ്ധ റമദാനിലാകുമ്പോൾ അതിൻ്റെ പുണ്യങ്ങളുടെ അതിൻ്റെ പ്രതിഫലം 70 ഇരട്ടി വർദ്ധിക്കപ്പെടുകയാണ്. ഇതുകൊണ്ടാണ് റമദാൻ ആകുമ്പോഴേക്ക് നമ്മൾ കാലങ്ങളായി സാമൂഹ്യമായി നമ്മൾ റമദാനിൻ്റെ മുമ്പ് ഒരു 15 ദിവസം മുമ്പ് നമുക്ക് ബറാത്ത് ഒരു ഗേറ്റ് വേ എന്ന രൂപത്തിൽ കടന്നു വരികയും റമദാൻ ആകുമ്പോഴേക്ക് നമ്മളെല്ലാ നിലക്കും മനസ്സാ വാച നമ്മൾ ഒരുങ്ങി നിൽക്കുന്നതൊക്കെ തന്നെ ഇത്തരം സാമൂഹ്യമായ കുടുംബപരമായ വ്യക്തിയിൽ അധിഷ്ഠിതമായ ഈ സംശുദ്ധീകരണത്തിൻ്റെ ഒരു ക്രമീകരണത്തിൻ്റെ പരിശീലന കളരി എന്ന നിലക്കാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ റമദാൻ ഒരാളിലുണ്ടാക്കുന്ന മാറ്റം അത് സമൂഹത്തിൽ ഒന്നടങ്കം മാറ്റപ്പെടേണ്ടതാണ്. മാത്രവുമല്ല, നന്മ ചെയ്യുക എന്നത് മാത്രമല്ല, തിന്മയോട് വിട്ടുനിൽക്കുക, തിന്മയോട് വിരോധിക്കുക, തിന്മയോട് നമുക്ക് കൈകൊണ്ട് തടയാൻ പറ്റുന്നില്ലെങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കാനെങ്കിലും കഴിയുക. ഞാനിത് പറഞ്ഞു വന്നതിൻ്റെ ഈ തൊട്ട മുമ്പ് നമ്മളെ 2 ഇൻസിഡൻറ്റ് വിശുദ്ധ റമദാൻ്റെ സന്ദേശം നമ്മളോട് വിളിച്ചോതുന്നുണ്ട്. ഒന്നാമത്തത്, ഈയിടെ കേരളത്തിലുണ്ടായ ഒരു തീവണ്ടിയിലെ ഒരു അക്രമി കാട്ടിക്കൂട്ടിയ പേക്കൂത്ത്. വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നില്ല. അത്തരം ഒരു വിവരം അതിന് നമ്മൾ ചെകഞ്ഞു നോക്കുമ്പോൾ ഒന്നെങ്കിൽ ഏതെങ്കിലും മതത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ജിഹാദിൻ്റെ ഒക്കെ ഒരു സ്വഭാവത്തിൻ്റെ ഒരു വാസന, അതിൻ്റെ ഒരു മണം വരുന്നു എന്ന് പറയുമ്പോഴേക്ക് അങ്ങനെ കേൾക്കുമ്പോൾ നിൻ്റെ ഹൃദയം വേദനിക്കുന്നുണ്ടെങ്കിൽ നീയാണ് ശരിയായ വിശ്വാസി. അതേത് കുപ്പായം ഇട്ട് വന്നാലും, ഒരുപക്ഷെ ചില രാഷ്ട്രീയ താല്പര്യമാവാം, അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന മതവിരുദ്ധ ചിന്തകളാവാം. ഇത്തരം പ്രവൃത്തികൾ ഏത് പേരിൽ വന്നപ്പോഴും ഇത്തരം ദുർപ്രവർത്തനങ്ങൾ സമൂഹത്തിൻ്റെ സുഗമമായ ജീവിതത്തിൻ്റെ സ്വസ്ഥതയുടെ കടക്കൽ കത്തിവെക്കുന്ന ഏത് പ്രവൃത്തിയോടും നമുക്ക് ഹൃദയം കൊണ്ട് വെറുപ്പ് തോന്നിയില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം പൂർണ്ണതമല്ല. അതുപോലെ തന്നെ ഈയിടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ വൈറലായ അൾജീരിയയിൽ ഒരു വലിയ പണ്ഡിതൻ, അദ്ദേഹം റമദാനിലെ പ്രത്യേക നമസ്കാരമായ തറാവീഹിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പൂച്ച വന്ന് അദ്ദേഹത്തിൻ്റെ ചുമരിൽ വന്നതും, നമുക്ക് ഞാൻ വിശദ വിവരങ്ങളിലേക്ക് പോകുന്നില്ല, ആ ചുമരിൽ വന്നിരുന്നപ്പോൾ അദ്ദേഹം ആ സഹജീവിയോട് കാണിച്ച കാരുണ്യം, അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന നമസ്കാരത്തിന് നേതൃത്വം നൽകുന്ന പ്രവൃത്തിയിൽ ഒരു അശ്രദ്ധ വരാതെ തന്നെ ആ ഒരു സഹജീവിയോട്, ആ പൂച്ചയോട് ചേർത്ത് നിർത്തിയ പ്രവൃത്തി സമൂഹം ഒന്നടങ്കം പ്രശംസിക്കപ്പെടുന്നൊരു സംഭവമുണ്ടായി. ഇതൊക്കെ തന്നെ കൃത്യമായ ഒരു സന്ദേശമാണ്. മതം എന്നത്, റമദാൻ നൽകുന്ന സന്ദേശം, അത് ഇത്തരം ദുർചിന്തകളും ദുഷ്പ്രവൃത്തികളോടും അകന്നു നിൽക്കുകയും അത്തരം ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നവരെ അകറ്റി നിർത്താനും കഴിയും വിധം നമ്മളെ മനസ്സിനെ പാകപ്പെടുകയും നല്ല കാര്യങ്ങളിൽ, നല്ല പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാവുക. മറ്റ് പല പ്രവൃത്തികളും നമ്മൾ റമദാൻ്റെ നമ്മുടെ സാധാരണ രീതിയിൽ തന്നെ റമദാനിലും അല്ലാത്തപ്പോഴും ഞാൻ ചെയ്തു പോരുന്ന സക്കാത്ത്, അത് സ്വാഭാവികമായും റമദാനാകുമ്പോൾ ചിലരത് കൂടുതൽ അതിൽ തിരഞ്ഞെടുക്കാറുണ്ട്. യഥാർത്ഥത്തിൽ സക്കാത്ത് ഒരാളുടെ സമ്പത്ത്, ആ സമ്പത്ത് അയാളുടെ കൈവശം വെച്ച് ഒരു വർഷം പൂർത്തിയാക്കുമ്പോൾ അതിൽ നിന്ന് 2.5% അത് സമൂഹത്തിൽ എണ്ണപ്പെട്ട അവകാശികൾക്ക്, ഒറ്റ ഭാഷയിൽ പൊതു കാര്യങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പാവങ്ങൾക്ക് എന്ന് ഞാൻ പറയുന്നു, കൃത്യമായി ആ സക്കാത്തിൻ്റെ അവകാശികൾ ആരാന്ന് മതം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒറ്റ ഭാഷയിൽ പറയാം, അത് പാവങ്ങളുടെ അവകാശമാണെന്നും 100 രൂപയിൽ നിന്ന് അയാൾ ഒരു വർഷം അയാളെ സമ്പത്ത് പൂർത്തിയാക്കിയാൽ അതിൽ നിന്ന് 2.5 രൂപ മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത്, ഇദ്ദേഹത്തിൻ്റെ ഔദാര്യമല്ലാത്ത വിധം, ഔദാര്യമായിട്ട് നമ്മൾ മറ്റ് ദാനധർമ്മങ്ങൾ ചെയ്യാം. പക്ഷേ സക്കാത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു തുക പാവങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയും. ഇത് പലപ്പോഴും ചിലർ ഇത്തരം സക്കാത്തിന് റമദാൻ തിരഞ്ഞെടുക്കാറുണ്ട്.
ഇത് സമൂഹത്തിന് നാനാമേഖലയിലും ഗുണകരമായ രീതിയിൽ കൊണ്ടുവരുമ്പോഴാണ് വിശുദ്ധ റമദാൻ സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. ഏതായിരുന്നാലും റമദാൻ്റെ അന്തസ്സിത്ത ആത്മസംസ്കരണമാണ്, സാമൂഹിക നന്മയാണ്. അത് വിശുദ്ധ റമദാനിൽ പ്രാവർത്തികമാക്കാൻ നമുക്കെല്ലാവർക്കും കഴിയുമാറാകട്ടെ. പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ.